മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ ഞാൻ കയറി എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കുറവായിട്ട് ഈ സതീശൻ കാണുന്നെങ്കിൽ അയാളൊക്കെ ഊളംപാറയ്ക്ക് അയക്കണ്ടേ? നിങ്ങളത് മനസ്സിലാക്കണം. ഈ മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ ഞാൻ 89 വയസ്സുള്ള ഒരാൾ നടന്നു വരുമ്പോൾ അദ്ദേഹം എന്നെ കൂടെ കയറ്റി കൊണ്ടുപോയി എങ്കിൽ അത് ഭയങ്കര തെറ്റായിപ്പോയെന്നുള്ളതാണല്ലോ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരു ഈഴവ വിരോധിയാണ് സതീശൻ. ഇപ്പോൾ മനസ്സിലായില്ലേ? ഈഴവനായ എന്നെ, ഒരു പിന്നോക്കക്കാരനായ ഒരു മുഖ്യമന്ത്രി ആ വണ്ടി കയറ്റിയപ്പോൾ സതീശന് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ ഒരു പിന്നോക്കക്കാരൻ അങ്ങനെ ഒരു വണ്ടി കയറാൻ പാടില്ല. മാത്രമല്ല വെള്ളാപ്പള്ളി നടേശൻ കയറാൻ പാടില്ല. അതായത് SNDP ജനറൽ സെക്രട്ടറിന് ഒട്ടും കയറ്റാൻ പാടില്ല. അതായത് അയാൾ പലപ്പോഴും നിങ്ങൾക്ക് വർത്തമാനം കേട്ടിട്ടുണ്ടല്ലോ. അയാൾ ഒരു ഈഴവ വിരോധിയാണ്. തെളിവ് തന്നെ എന്താണ്? KPCCയുടെ പ്രസിഡൻ്റായിരുന്ന ആരായിരുന്നു? സുധാകരൻ. ഒരു ഈഴവനായിരുന്നു. അയാൾ വിട്ടിട്ടുണ്ടോ? എപ്പോഴും വിമർശനമല്ല. ഞാൻ വിമർശിച്ച് ആ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ആ കരുത്തനായ സുധാകരനെ കളഞ്ഞു. ഇപ്പോൾ വാക്കിൽ വളരെ മിടുക്കനായിട്ട് പോകുന്നെങ്കിലും പ്രവൃത്തിയിൽ എന്താകുമെന്നുള്ളത് ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഞാൻ ആരും വെല്ലുവിളിക്കാനൊന്നുമില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ മര്യാദയും ഒരു സമുദായ മര്യാദയും കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ എഴുവ സമുദായം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഒരു കറിവേപ്പിലായിട്ടാണ് ഈ നേതാവ് കണക്കാക്കുന്നു എങ്കിൽ അത് തെറ്റുപറ്റിപ്പോയി. പക്ഷേ ഇദ്ദേഹം ഇതെല്ലാം പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകും. കാരണം ഏറ്റവും വർഗീയവാദികളായ ആളുകൾക്ക് കൊട പിടിച്ചു കൊടുത്തുകൊണ്ട് ആ കൊടയുടെ തണലിൽ അവരെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് അവരെ മതേതരത്വം പറയും. അവർക്കെല്ലാം കൊട പിടിച്ച് ഇനി അവരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നേടാനും ആശീർവാദങ്ങൾ നേടാനും വേണ്ടിയിട്ട് ആണ് ഈ കൊടപിടുത്തം. കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും രാജാവിനേക്കാൾ വലിയ രാജഭക്തിയല്ലേ അവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മോഹങ്ങളും നാളെ പല സ്ഥാനങ്ങളും അവർ വഴി ഓപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ് നയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുള്ളിയുടെ കർമ്മം ചെയ്തോട്ടെ, ഞാൻ എൻ്റെ കർമ്മം ചെയ്യും. അതാ അദ്ദേഹം അതിൽ കുറഞ്ഞ് എന്താ ആഗ്രഹിക്കുന്നത്? അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് നിൽക്കുമ്പോൾ ഭരണം കിട്ടിയാൽ ഉടനെ മുഖ്യമന്ത്രി വേണമല്ലോ. അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി പറയാൻ ഘടകകക്ഷി ആളുണ്ടാകണ്ടേ? ഈ ഘടകകക്ഷി എന്ന് ആരാണെന്ന്? ലീഗല്ലേ? ഇന്നിപ്പോൾ ഈ UDF വന്നാൽ ഭരിക്കുന്നത് ആരാണ്? ലീഗായിരിക്കും. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. ഉമ്മൻചാണ്ടി ഇരിക്കുന്ന കാലത്ത് പോലെ അവിടെ മന്ത്രിമാരെ പ്രഖ്യാപിക്കുകയും വകുപ്പെടുക്കുകയും എല്ലാം മലപ്പുറത്ത് നിന്നല്ലേ ചെയ്തത്, അല്ലാതെ മുഖ്യമന്ത്രി അല്ലല്ലോ കൊടുത്തത്. അപ്പോൾ ഇദ്ദേഹത്തിനെ അങ്ങനെ ഒന്നൊരു സുഖിപ്പിച്ച് നിർത്തി അധികാരത്തിൽ നിന്ന് മുമ്പോട്ട് കയറാനുള്ള ഒരു അടവ് നയമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അത് ഇലക്ഷൻ കഴിയട്ടെ. നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു കാര്യമുണ്ട്, ഈ ഗവൺമെൻറ് വന്നതിൽ പിന്നെ ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടായിട്ടില്ല. വളരെ ശാന്തമായിട്ടും എല്ലാവരും സാഹോദര്യ ചിന്തയോടുകൂടി തന്നെയാണ് പോകുന്നത്. ഈ കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് മാറാട് കലാപം ഉണ്ടായത്. ഈ ഗവൺമെൻറ് കാലത്ത് ഒരു കലാപം ഉണ്ടായിട്ടില്ല. പിന്നെ അവർക്ക് കലാപം ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ ചില ആളുകൾക്ക് നിർബന്ധമുണ്ട്. അതിനാണ് എന്നെ മലപ്പുറം പ്രസംഗം പറഞ്ഞുകൊണ്ട് എന്നെ നിരന്തരം വേട്ടയാടുന്നു. മലപ്പുറം പ്രസംഗം എന്തായിരുന്നു എന്നതിൻ്റെ കാരണം എന്താണെന്നും ഞാൻ വ്യക്തമായി പറഞ്ഞ് ക്ലിയറാക്കി. ഒരു സമുദായത്തെ ഞാൻ എതിരായി പറഞ്ഞിട്ടില്ല, മുസ്ലിം സമുദായത്തിൽ ഒട്ടും പറഞ്ഞിട്ടില്ല. ഞാൻ ആ മുസ്ലിം ലീഗിൻ്റെ പ്രവൃത്തിയെ പറ്റിയാണ് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് പോലും ഏത്തയിട്ട് പറഞ്ഞിട്ട് പോലും അത് കേൾക്കാതെ ഞാൻ പിന്നീട് അവർ ഈ നുണ പറഞ്ഞ് അതായത് പട്ടിയെ പേപ്പട്ടിയാക്കുക, ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് തന്നെ തല്ലിക്കൊല്ലുക. ആ ഒരു അടവ് നയമാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം. അവർ പണ്ടും ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങളൊന്ന് ആലോചിക്കണം. ഞാൻ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഒന്ന് ഇവിടെ വെച്ച് പറഞ്ഞു പോവുകയാണ്. ഇതൊരു ക്ഷേത്ര സന്നിധിയും കൂടെയാണ്. NSSുമായിട്ട് ഞങ്ങളെ തമ്മിൽ തെളിച്ചത് ആരാണ്? അന്നെല്ലാം സമരം ചെയ്യിപ്പിച്ചതും നിങ്ങളുടെ ഈ കളി ഇവിടെ ഹൈക്കോടതി ഒന്നും ഞാൻ സമരം ചെയ്തില്ലേ? സംവരണം കാര്യം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ആരായിരുന്നു കൂടുന്നതെല്ലാം? ഇവിടെ വെച്ചല്ല ഞാൻ കൂടുന്നത്, അവരുടെ ഓഫീസിൽ വെച്ച് കൂടിയിട്ടുണ്ട്. ഞങ്ങളെല്ലാം മുമ്പിൽ നിർത്തിക്കൊണ്ട് സംവരണം കാര്യം പറഞ്ഞുകൊണ്ട് എന്നും NS നേതൃത്വമായിട്ട് വഴക്ക്. അവർ പുറകെ നിൽക്കുക, എന്നെക്കൊണ്ട് കുറങ്ങ് പണി കാണിക്കുക.
വന്നിട്ട് ഭരണത്തിൽ വന്നല്ലോ. എന്നിട്ട് എന്ത് ചെയ്തു? കാരണം LDF ഭരണം മാത്രം മാറി UDF ഭരണം വന്നാൽ നമുക്കെല്ലാം കണലില്ലാത്തെല്ലാം പൊന്നാക്കാന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് എന്ത് കിട്ടി? എന്ത് തന്നു? ഏതായാലും അങ്ങനെ ഒരുപാട് അനുഭവങ്ങളും ചതിവുകളുണ്ട്. ഇനി ഏതായാലും NSS നേതൃത്വമായിട്ട് SNDP യോഗം ഒരു കാരണവശാലും ഒരു കൊമ്പ് കോർക്കാൻ തയ്യാറല്ല, അങ്ങനെ പോകേണ്ടതില്ല എന്നൊരു ധാരണയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം അവരുമായിട്ട് എന്ത് ഞങ്ങൾ അനാവശ്യമായിട്ട് കൊമ്പ് കോർക്കണം? കൊമ്പ് കോർത്തിട്ട് എന്താ അനുഭവം ഉണ്ടായി? നമുക്ക് വല്ലതും കിട്ടിയോ? കിട്ടാണ്ട് മേടിച്ച് മേടിച്ച് തന്നോ? പിന്നെ അനാവശ്യമായി ഈ പ്രത്യേകിച്ച് ആദിവാസി തൊട്ട് നമ്പൂതിരി വരെ എന്നും അതിനുശേഷം ആദിവാസി തൊട്ട് നായാടി തൊട്ട് നസ്രാണി വരെ യോജിച്ചു പോകണമെന്ന് തീരുമാനിക്കുന്ന SNDP യോഗത്തിന് ഇനി NSSുമായിട്ട് സമരസപ്പെടുത്തി പോവുക എന്നുള്ളതല്ലാതെ അവരുമായിട്ട് ഒരു പിണങ്ങിപ്പോവുക എന്നൊരു നയം ഇനി ഞങ്ങളിൽ നിന്നുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഏതായാലും എന്തോ ആകട്ടെ, ഈ 21-ാം തീയതിയും കേരളത്തിന് വെളിയിലുള്ള എല്ലാ SNDP യൂണിയൻ പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ബോർഡ് അംഗങ്ങളുടെ ഒരു വലിയ സമ്മേളനം ആലപ്പി പ്രിൻസിൽ വെച്ച് വിളിച്ചുകൂടിയുണ്ട്. അവിടെ വെച്ചതിനെപ്പറ്റി വിശദമായ ചർച്ചകൾ നടത്തിയ ഒരു ധാരണയും തീരുമാനത്തിലും ഞങ്ങളെത്തും.